പത്തനംതിട്ടയിൽ വികസന തുടർച്ചയ്ക്കായി വോട്ട് അഭ്യർത്ഥിച്ച LDF കഴിഞ്ഞ തവണ ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇടത് ഭരണസമിതിയാണ് അധികാരത്തിലെത്തിയത്. ഒപ്പം പത്തനംതിട്ട ആറന്മുളയിൽ നിന്ന് LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വിശേഷങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഗുഡ് മോർണിംഗ്. യെസ് സുജു, എന്തായാലും LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രചാരണ പരിപാടികളും പ്രചാരണ പരിപാടികളുമായി സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങനെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. സുജു, ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത്? എങ്ങനെയാണ് വിശേഷങ്ങൾ? ഭദ്ര, ഞാനിപ്പോൾ ഉള്ളത് ആറന്മുളയിലെ ഒരു വീട്ടിലാണ്. സ്ഥാനാർത്ഥി സവിത അജയകുമാർ നമ്മുടെ ഒപ്പം ഉണ്ട്. ജാനു അമ്മയുടെ വീട്ടിലാണ്. അമ്മ നമ്മുടെ ഒപ്പം ചേരുകയാണ്. അമ്മ, പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? ഉണ്ട്, പെൻഷൻ കിട്ടുന്നുണ്ട്. സർക്കാർ തവണ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കി. സന്തോഷമാണോ? സന്തോഷമായി. കിട്ടുന്നത് വീട്ടിലിരിക്കുന്നവർക്ക് കിട്ടുന്നതല്ലേ, സന്തോഷം. പറഞ്ഞീടെ കിട്ടും, കൂടി കിട്ടുമെന്ന്. നാളെ കയ്യിലേക്ക് എത്തും. സന്തോഷം ഭഗവാനെ. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥി സവിത അജയകുമാറിനോടാണ്. എങ്ങനെയുണ്ട് സവിത ചേച്ചി? കൊള്ളാം, നല്ല മിടുക്കിയ. ജയിച്ച് നിന്നാൽ എല്ലാവരും ചെന്ന് കഴിയുമ്പോൾ ആരെയും വെറുക്കത്തില്ല, സന്തോഷത്തോടെ സംസാരിക്കും, കാര്യങ്ങൾ നടത്തും. അതിലെ വികസന പദ്ധതിയൊക്കെ നടപ്പാക്കുന്ന ആളായിരിക്കും. ആന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ രാവിലെ ഒരു കട്ടൻ കാപ്പി പറഞ്ഞു അതിന് വരുന്നതിന് മുമ്പ് ഭദ്ര എത്തി. ഇപ്പോൾ സ്ഥാനാർത്ഥിയോടും അമ്മയോടൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. നമ്മോടൊപ്പം സവിത അജയകുമാർ, മഹിളാ അസോസിയേഷൻ്റെ സജീവ പ്രവർത്തക, ഏരിയ ഭാരവാഹിയാണ്. അതുപോലെ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ വീണ ജോർജ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ വേണ്ടി എത്തി നിൽക്കുകയാണ്. സവിത, എന്താണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി പ്രചരണ ആയുധമാക്കുന്നത്, അല്ലെങ്കിൽ പ്രചരണ രംഗത്ത് സംസാരിക്കുന്ന വിഷയങ്ങൾ? ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയ നിരവധി പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കുന്നത്. ക്ഷേമ പെൻഷന് ഇപ്പം അമ്മ പറയുകയുണ്ടായി. അതുപോലെ ഒരുപാട് അമ്മമാർ അവരുടെ കൈകളിലേക്ക് കൈനിറച്ച് പണം എത്തുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം, സാമൂഹ്യ സുരക്ഷാ പദ്ധതി, ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ ആറന്മുള MLAയും ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ ശ്രീമതി വീണ ജോർജ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈ ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഡിവിഷനിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഈ വികസനങ്ങളെല്ലാം കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ വലിയ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് എത്തി നിൽക്കുന്നില്ലേ? അത്തരത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ. ഇപ്പം ഭദ്ര, ഞങ്ങൾ നിൽക്കുന്നൊരു മനോഹരമായ സ്ഥലം കൂടിയാണ്. അതുകൊണ്ടൊന്ന് പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളോടൊന്ന് കാണിക്കുന്ന. ഫ്രണ്ടിൽ നല്ലൊരു പുഞ്ചപ്പാടമാണുള്ളത്. അതിലെ ആ ഭംഗിയുള്ള നമുക്ക് സ്ഥലം കാണാം. അങ്ങനെ ഞങ്ങളുടെ പ്രഭാതത്തിൽ നിന്ന് നല്ല മനോഹരമായ ദൃശ്യങ്ങളും ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പം സൗ ചേച്ചി പറഞ്ഞ പോലെ ആരോഗ്യവകുപ്പിൻ്റെ പേഴ്സണൽ സ്റ്റാഫായി നിൽക്കുമ്പോഴൊക്കെ നാട്ടിൽ എല്ലാ ആളുകൾക്കും പലവിധ സഹായങ്ങളും എത്തിക്കാൻ മുൻപിൽ നിന്ന ആളുകൂടിയാണ് നമ്മളുള്ളപ്പോൾ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ കൂടിയാണ്. എന്നാലും പത്തനംതിട്ടയിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രചരണം മുമ്പോട്ട് പോവുകയാണ്. ഇന്നലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഇന്നാണ് സ്ഥാനാർത്ഥി നോമിനേഷൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാവും. പക്ഷേ അവിടെ റിബൽ ശല്യവും വിമത ശല്യവും തന്നെ വലിയ രൂക്ഷമാണ് UDFൽ. തീർച്ചയായും സുജു, എന്തായാലും വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് നമുക്കറിയാം, മറ്റ് ഈ കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ BJP ആണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ജനങ്ങളെയൊക്കെ ഒന്നാകെ അവഹേളിച്ചുകൊണ്ടും ഇപ്പോഴത്തെ അമ്മ പറയുന്നത് കേട്ടില്ലേ, സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ അത് എത്രത്തോളം വലുതാണ് എന്നുള്ളത് അമ്മയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിനെയൊക്കെ അവഹേളിച്ച് സാധാരണ ആളുകളെ ഒക്കെ കൈക്കൂലി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അടക്കം വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നത്. പക്ഷേ അവിടെയാണ് മാതൃകയായി LDF മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ സബിത പറഞ്ഞതുപോലെ തന്നെ വികസന നേട്ടങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് നാളത്തെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് LDFന്റെ ഓരോ സ്ഥാനാർത്ഥിയും മുന്നേറുന്നത്. സുജു, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സ്ഥാനാർത്ഥികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ ആളുകളുടെയൊരു സ്നേഹവും സന്തോഷവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് സൗദിയുടെ സഹോദരനോട് ഷെറിനോട് വോട്ട് സൗദിയുടെ ഒപ്പം എത്തിയിട്ടുണ്ട്. ഷെറിൻ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഷെറിനെ കാണുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് ഡോണറാണ്. ഞങ്ങൾ പലതവണ ബ്ലഡിനെ വിളിക്കുകയും പരിചയപ്പെടുകയും ഉണ്ട്. 17 മുതലേ കഴിഞ്ഞ 10 വർഷത്തോളം അല്ലെങ്കിൽ 9 വർഷത്തോളം പരിചയമുള്ള ആളോടെയാണ്. ഷെറിനെ സഹോദരി മത്സരിക്കുകയാണ്. ഇത്തവണ എങ്ങനെയാണ് വിജയപ്രതീക്ഷ? ഏറെ സന്തോഷം. കാരണം കഴിഞ്ഞ തവണയാണെങ്കിൽ അജയ് സഖാവ് വിജയിച്ച ഡിവിഷനാണ്. ഈ നാട്ടിലെ ഏതൊരു സാധാരണപ്പെട്ട ആളുകളെ സഹായിച്ചുകൊണ്ട് ഈ നാടിനെയാകെ തന്നെ പുരോഗതിയിലേക്ക് നയിക്കാൻ സഖാവിന് സാധിച്ചിട്ടുണ്ട്. ആ അജയ് സഖാവിൻ്റെ തുടർച്ച എന്ന രീതിയിലേക്ക് സവിത അജയകുമാറിനും
കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ട്. ഈ നാട്ടിലെ സാധാരണപ്പെട്ട ആളുകൾക്ക് ചികിത്സാ ധനസഹായം ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സവിതാ ജോമർ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് കൊണ്ട് വിജയം എന്താണെങ്കിലും പ്രതീക്ഷയുള്ള വിജയം തന്നെയായിരിക്കും. മോനാണോ? പേരെന്താ മോനെ? ആൻറ്റി മത്സരിക്കുക. സന്തോഷമാണോ? ആൻറ്റി ജയിക്കുമോ? ജയിക്കുന്ന പറഞ്ഞാൽ തലയായിട്ട് പറയാം. ജയിക്കും. ആണോ? കുട്ടികളൊക്കെ സന്തോഷത്തിൽ തന്നെയാണ്. ഭദ്ര, എന്തായാലും ഒരിക്കൽ കൂടി അമ്മയോട് സംസാരിക്കുമ്പോൾ ചോദിക്കാവുന്നതാണ്. അമ്മയെ ഈ പെൻഷൻ വർദ്ധിപ്പിച്ചു, നിരവധി വികസന ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ഡെവലപ്മെൻറ്റ് വികസനമൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിലെ ആശുപത്രിയിലൊക്കെ? ഉണ്ട് 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 ഉണ്ട്. ആശുപത്രി ചെല്ലുമ്പോഴേ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഗുളികയും മരുന്നും ഒക്കെ തരും. അമ്മയ്ക്കാണെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞല്ലേ? 75 കഴിഞ്ഞു. 75 കഴിഞ്ഞു. അപ്പം അമ്മ വളരെ പ്രായമുള്ളതാണല്ലോ. അപ്പം നമ്മുടെ നാടിനൊന്ന് പരിശോധിക്കുമ്പോഴേ പഴയ കേരളമാണോ ഇപ്പോൾ? ഒത്തിരി കാര്യങ്ങളൊക്കെ പുരോഗതി ഉണ്ടോ? ഒത്തിരി കാര്യങ്ങൾ പുരോഗതിയുണ്ട് എല്ലാ തരത്തിലും. മനുഷ്യനെ ഇറങ്ങി നല്ല സഹകരിക്കാനാണെങ്കിലും സഹകരിച്ചതുമെല്ലാം നല്ല രീതിയിൽ. റോഡും കാര്യമൊക്കെ എങ്ങനെയുണ്ട്? റോഡും ഒക്കെ കൊള്ളാം. നല്ല വഴിയായി, കിണറില്ലാത്തവർക്ക് കിണറായി, വെള്ളമായി, എല്ലാം ഒത്തിട്ടുണ്ട് ജീവിതത്തിൽ. എന്തായാലും ഭദ്ര നല്ലൊരു ഒരു വിജയപ്രതീക്ഷ തന്നെയാണ് കുളനട ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി സവിത അജയകുമാർ.